സോ ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കുന്ന സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. സോ നമ്മൾ എന്തിനാണ് ഈ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെയാണ് ട്രേഡിംഗ് പഠിക്കുക, എവിടുന്ന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് ഈ ട്രേഡിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ കറക്റ്റ് ഒരു ഓർഡറിലായിരിക്കും അറിയുന്നത്. എവിടെ തുടങ്ങണം, എങ്ങനെ തീർക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു ഓർഡറിൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു സീരീസ് നിങ്ങൾ മൊത്തം കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രേഡിങ്ങിന്റെ കറക്റ്റ് റൂട്ട് മാപ്പ്, എവിടുന്ന് എന്തൊക്കെയാണ് നമ്മൾ ആവശ്യമായി പഠിക്കട്ടെ. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഈ എല്ലാ സാധനവും നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. എല്ലാ സാധനവും ചവറുപോലെ പഠിച്ച് കൂട്ടി വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിങ്ങനെ നോക്കിയെടുത്ത് കറക്റ്റ് ഒരു സ്ട്രക്ചറായിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ഒരു സാധനമാണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കറൻ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഏതാ? ഫോറക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. രണ്ട് രാജ്യങ്ങളുടെ കറൻസിയും പെയർ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടുന്ന് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് നമ്മൾ INR യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്താക്കും, നമ്മുടെ കറൻസി കൊടുത്തിട്ട് അവിടുത്തെ കറൻസി വാങ്ങും. ഇതന്നെയാണ് നടക്കുന്നത്. അപ്പം ഇത് ആഗോള വിപണിയിൽ നടക്കുന്ന ഒരു സാധനമാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം. അപ്പം ഫോറക്സ് ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നത്? ആക്ച്വലി ട്രേഡേഴ്സ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ കറൻസി വില കൂടുമോ കുറയുമോ നോക്കിയിട്ട് ബൈയും സെല്ലും ചെയ്യും. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USD എന്ന് പറയുന്ന കറൻസി USD അപേക്ഷിച്ചിട്ട് വില കൂടുമെന്ന് തോന്നിയാൽ അവരെന്താക്കും? ബൈ ചെയ്യും. വില കുറയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ സെല്ല് ചെയ്യും. ഇനി അവർ വിചാരിച്ച പോലെ തന്നെയാണ് നടന്നതെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇവർ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അവിടെ ലോസും സംഭവിക്കും. പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ഒരിക്കലും ഒരു കറൻസി മാത്രമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. രണ്ട് കറൻസി വെച്ചിട്ട് വേണം നമ്മൾ പെയർ ചെയ്ത് ട്രേഡ് ചെയ്യാൻ. ഇതിനെയാണ് കറൻസി പെയർ പറയുന്നത്. കറൻസി പെയർ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. USD, AUD USD JPY, ഇതൊക്കെയാണ് കറൻസി പേഴ്സ്. ഇങ്ങനെ ഒരുപാട് കറൻസി പേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഫസ്റ്റ് കാണുന്ന കറൻസി ഇപ്പം USD ആണെങ്കിൽ അതിൽ ഫസ്റ്റ് കാണുന്ന കറൻസിയാണ് ബേസ് കറൻസി. നോട്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് വരുന്ന കറൻസിയാണ് ബേസ് കറൻസി. സെക്കൻഡ് കാണുന്ന കറൻസിയാണ് കോട്ട് കറൻസി. അപ്പം എന്താണ് ഈ ബേസ് കറൻസി, എന്താണ് ഈ കോട്ട് കറൻസി, ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യം നെക്സ്റ്റ് എപ്പിസോഡിലിടാം. സോ ജസ്റ്റ് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.